പാലാ മുനിസിപ്പാലിറ്റിക്ക് വളരെ അടുത്തായിട്ട് ഒരു 12 സെന്റ് സ്ഥലത്തിൽ 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. പുതിയ വീടാണ്. മുറ്റമെല്ലാം സ്റ്റോണൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഈ വീടിന് സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഈ അടുത്ത കാലത്തായിട്ട് 5-6 വർഷം കൊണ്ട് ഡെവലപ്പായ നല്ലൊരു മേഖലയിൽ നല്ല ശാന്തമായിട്ട് എന്നാൽ ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഈ വീടും സ്ഥലവും നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. ടാർ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുമ്പോൾ നല്ല കിടുക്കനായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട ഒരു 4 ബെഡ്റൂം വീടാണ് ഇവിടെ കാണുന്നത്. നല്ല റൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ല കാർ പോർച്ചൊക്കെ സെപ്പറേറ്റ് കാർ പോർച്ചാണ് വീടിനോട് ചേർത്ത് തന്നെ, എന്നാൽ സെപ്പറേറ്റ് ഒന്നും മാറി നിൽക്കുന്നത് പോലെയുള്ള കാർ പോർച്ചാണ്. വാർക്കയുടെ മേളിൽ റൂഫ് കയറ്റിയിരിക്കുന്ന കാർ പോർച്ച്. മുറ്റം നല്ല സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. നല്ല ഗാർഡനിങ് സൗകര്യങ്ങൾ എല്ലാം ഉള്ള രീതിയിലുള്ള നല്ല ഒരു സൗകര്യപ്രദമായ നല്ലൊരു വീട്. മുറ്റത്ത് കയറ്റി വട്ടം തിരിച്ചിറങ്ങി പോരാം, അത്രയും സൗകര്യപ്രദമായ മുറ്റം. നല്ല ഒരു എന്താ പറയുന്ന റെസിഡൻഷ്യൽ മേഖലയിലാക്കി സ്ഥിതി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ വീടിനോടൊരു അട്രാക്ഷൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് എലവേഷൻ. ഇത് കിണർ, മുറ്റത്ത് തന്നെ കിണറുണ്ട്. ഫ്രണ്ടിൽ തന്നെ കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം ലഭ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെ നമ്മൾ വീണ്ടും കാർ പോർച്ചിലേക്ക് കയറിയിട്ട് നമ്മൾക്ക് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം. നല്ല അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് വന്നിരിക്കുക. കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചുറ്റോടി ചുറ്റും തൊട്ട് ചേർന്ന് മുട്ടി വീടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള നല്ല ഒരു അയൽവാസികൾ ഉള്ള ഒരു മേഖലയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അയൽവാസികളൊക്കെ നല്ല അയൽവാസികൾ വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ ഇപ്പം പഴയ കാലത്തെ പോലെ 10 മക്കളൊന്നുള്ള വീടുകളില്ലല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആവശ്യം വന്ന് വിളിച്ചാൽ ഒരാൾ വരാനായിട്ടുണ്ടെങ്കിൽ അയൽവക്കം വേണം എന്ന് ചിന്തിക്കുന്നു. മുറ്റത്തൊരു 2 പ്ലാവ് ഒക്കെ നിൽപ്പുണ്ട്, മാവ് പ്ലാവൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ കളയാത്ത രീതിയിൽ അതൊക്കെ റൗണ്ട് കെട്ടിയെടുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു. വീണ്ടും ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് എലവേഷനിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. ഫ്രണ്ട് മുറ്റത്തിൻ്റെ സ്റ്റോൺ വർക്ക് ഇവിടം മുതൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ റോഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതുവഴി വന്ന കാറുകൾക്കാർക്ക് ഹോണടിക്കേണ്ടി വന്നില്ല. തന്നെ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അത്രയും വീതിയുള്ള റോഡ് തന്നെയാണ് ഈ വീട് വരെയുള്ളത്. അപ്പോൾ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള ഈ വീടിൻ്റെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് മറ്റൊരു ഗാർഡൻ വർക്ക് കൂടി. അവിടെ നിന്ന് തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തേക്കാണ്. എല്ലാം നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഡിസൈൻ വർക്കോട് കൂടിയാണ് ഈ തേക്കിൻ്റെ തടികളും ജനൽപ്പാളികളും ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. പല ടൗണിൽ നിന്നും ഈ വീട്ടിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരമാണ്. 1 കിലോമീറ്റർ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അതിൽ താഴെ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വന്ന വഴി വേറെ വഴിയിലൂടെ കറങ്ങി വന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് 1 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ കൂട്ടിയാൽ മതി. TV യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല വലിപ്പമുള്ള TV യൂണിറ്റ് വയ്ക്കാവുന്ന രീതിയിലുള്ള പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ സ്വീകരണ മുറിയിലേക്ക് നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോക്കറി ഷെൽഫ് കാണാം. 1 രൂപ കോഡിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആണ്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഏരിയയും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാസേജിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുക.
നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ ഇൻ്റർ ഗാർഡനൊക്കെ കൊടുത്തുകൊണ്ടും ഈ വീടിൻ്റെ അകത്തെ മോഡലും അതുപോലെ തന്നെ പണികളും എല്ലാം നല്ല ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡാണ്. അതുകൊണ്ട് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ജാഗ്വാറിൻ്റെയാണ്. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ്, ഫാൻസി ലൈറ്റുകൾ എല്ലാം ഉള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമിലുമുണ്ട്. കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ ബെഡ്റൂമിൽ കൊടുത്തതുകൊണ്ട് ഡ്രസ്സിങ് ഏരിയ മേക്കപ്പ് ചെയ്യുവാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാനൊക്കെ ഉള്ള സ്ഥലം മാത്രമാക്കി ഇട്ടുകൊണ്ട് ഇവിടെ നല്ലൊരു വലിപ്പമുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ആദ്യത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ജാഗ്വാറിൻ്റെ മെറ്റീരിയലാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള നല്ല ഒരു പാർട്ടീഷൻ വർക്ക്, ഗ്ലാസ് കൊണ്ടുള്ള പാർട്ടീഷൻ വർക്കാണ്. പല ആൾക്കാരും വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ പലർക്കും ഇതുപോലൊരു വീട്, അതായത് ടോയ്ലറ്റിൻ്റെ സെറ്റിങ്സുകൾ ഇതുപോലെ എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച് ചോദിക്കാറുണ്ട്. ടോയ്ലറ്റിന് വലിപ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതുണ്ട് മിറർ കൊടുത്തിരിക്കുന്നത്, ഒരാളെ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലുള്ള ഒരു മിററാണ്. ഇവിടെ നിന്ന് ഇതാണ് ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല കാറ്റും വെളിച്ചമൊക്കെ നല്ലപോലെ കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ്. ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിലും ഇനി ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കേട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഇവിടെയും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. ഡ്രസ്സിങ് ഏരിയയും നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ പോലെ തന്നെ മിററും മേക്കപ്പ് സെറ്റുകളൊക്കെ വയ്ക്കുവാനായിട്ടുള്ള രീതിയിലും ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലും വലിയ മിററുണ്ട്. എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെയും പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ ജാഗ്വാർ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള എല്ലാം ഹൈ ക്വാളിറ്റി, കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ടോപ്പ് ബാത്റൂം ഫിറ്റിങ്സുകളാണ് ജാഗ്വാറൊക്കെ. അപ്പോൾ അതുപോലെയുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. ഇവിടുന്ന് ഡൈനിങ് ഹാളിൻ്റെ അങ്ങേ സൈഡിലേക്ക് ഇതാണ്ട് ഒരു പ്രയർ യൂണിറ്റൊക്കെ വന്നിരിക്കുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇതുണ്ട് 3 ഫേസാണ് വയറിങ് കണക്ഷൻ കൊടുത്തിരിക്കുക. 3 ഫേസ് വയറിങ് ചെയ്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് AC വെക്കണം എന്നുള്ളവർക്കും ചില ആൾക്കാരൊക്കെ പലപ്പോഴും വീട് മേടിക്കാനൊക്കെ വരുമ്പം പറയാറുണ്ട് സെൻട്രലൈസ് ഫുള്ളായിട്ട് AC വയ്ക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട് പണിത് വയ്ക്കുന്നവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹാളിലും ഡൈനിങ്ങിലും AC പോയിൻ്റ് പലരും കൊടുക്കാറില്ല. ഇനി മുതൽ അതും ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ വീട് പണിത് വിൽക്കുന്നവർക്കൊക്കെ ഹോളും ഡൈനിങ്ങും കൂടി ബെഡ്റൂമുകളിൽ AC പോയിൻ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഹാളിലും ഡൈനിങ് ഹാളിലും AC പോയിൻ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു അഭികാമ്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കാർ പോർച്ചിലൊക്കെ പവർ പ്ലഗ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് പവർ പ്ലഗ്. കാരണം ഇലക്ട്രിക് വണ്ടികളാണ് ഇനി അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ 70% ഇലക്ട്രിക് വണ്ടികളായിരിക്കും നിരത്തിൽ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാകുമ്പം വണ്ടി റീചാർജ് ചെയ്യേണ്ടതായ ആവശ്യത്തിന് പവർ പ്ലഗ് തന്നെ കാർ പോർച്ചിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു ഭംഗിയുള്ള നല്ലൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. 3 ഫേസ് വയറിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വീട്. ഓരോ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ഓരോ ചെറിയ ചെറിയ പോയിൻറ്റുകൾ വരെയും നോക്കി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കാണുന്നത് പോലെ വീട് ഒരു ദിവസം 100-100 വീടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം 15-ന് മേളിൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനോടും അവരുടെ അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ അത് വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് കിച്ചണാണ്. കിച്ചനകത്ത് നല്ല ഒരു കബോർഡ് വർക്കുകൾ, നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ് വന്നിരിക്കുക. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഹോളും ഡൈനിങ് ഒക്കെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. കിച്ചണും വർക്ക് ഏരിയയും തമ്മിലുള്ള പാർട്ടീഷൻ വർക്കാണ് ഇവിടെ വന്നിരിക്കുക. അതുപോലെ തന്നെ വർക്ക് ഏരിയയിലും അതുപോലെ തന്നെയുള്ള കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്, ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഒക്കെ വെക്കുവാനായിട്ടുള്ള സ്പേസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വാഷ് കൗണ്ടറൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഞങ്ങൾ എന്നും അവതരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് യൂട്യൂബ് വീഡിയോ വഴി കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് ഞങ്ങളുടെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.